തളിപ്പറമ്പിൽ പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ എതിർക്കാതിരുന്നതിനെക്കുറിച്ച് ന്യായീകരിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ ആണധികാര പ്രയോഗമാകുമെന്നതിനാലാണ് എതിർക്കാതിരുന്നത്. വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ തോൽക്കുമെന്ന് പറഞ്ഞത് ശ്യാമള മാത്രമാണെന്നും M.V. ഗോവിന്ദൻ പറഞ്ഞു. CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും M.V. ഗോവിന്ദനുമെതിരെ രൂക്ഷ വിമർശനമുയർന്നു. CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയുമ്പോഴാണ് M.V. ഗോവിന്ദൻ ഭാര്യ P.K. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ ന്യായീകരിച്ചത്. P.K. ശ്യാമള സ്ഥാനാർത്ഥിയാകുന്നതിനെ എതിർത്താൽ ആണധികാര പ്രയോഗമാകും. സ്ഥാനാർത്ഥിത്വത്തെ വിമർശിക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ആണധികാരത്തിന്റെ ഭാഗമാണെന്നും ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ താൻ തോൽക്കുമെന്ന് P.K. ശ്യാമള പറഞ്ഞിരുന്നു. തോൽക്കുമെന്ന് പറഞ്ഞ ഏകയാൾ ശ്യാമളയാണെന്നും M.V. ഗോവിന്ദൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. തളിപ്പറമ്പിലെ തോൽവിയെക്കുറിച്ച് പാർട്ടിയുടെ പരിശോധന നടന്നുവരികയാണെന്ന് P.K. ശ്യാമള പ്രതികരിച്ചു. വാർത്താസമ്മേളനങ്ങളിലെ പ്രതികരണങ്ങളെപ്പറ്റി വീട്ടിൽ നിന്ന് വിമർശനമുണ്ടെന്ന് M.V. ഗോവിന്ദൻ സ്ഥിരീകരിച്ചു. കണ്ണാടിയിൽ നോക്കണമെന്നാണ് മകൻ പറയാറുള്ളത്. തന്റെ മുഖം ഇങ്ങനെയായി പോയതിന് എന്ത് ചെയ്യാനാകുമെന്നും M.V. ഗോവിന്ദൻ പരിതപിച്ചു. പാർട്ടിക്കകത്ത് വിമർശനം, സ്വയം വിമർശനം എല്ലാം പോകണം എന്നും ആ ഉണ്ടാകുന്ന വിമർശനത്തെയും സ്വയം വിമർശനത്തെയും എല്ലാം സ്വാംശീകരിച്ച് ഫലപ്രദമായി കേരളത്തിലെ പാർട്ടി നല്ലതുപോലെ മുന്നോട്ടേക്ക് പോകാനുള്ള ഊർജ്ജം നൽകും എന്നതാണ് ആ ചർച്ചയിൽ നിന്നും വ്യക്തമാകുന്നത്. വിമർശനം എന്ന് പറയുമ്പോഴും ആരെ പറ്റിയാണ് വിമർശിക്കേണ്ടത്? പ്രധാനമായിട്ട് ഞങ്ങളെ പറ്റിയൊക്കെ വിമർശിക്കുക. ആ വിമർശനം വരട്ടെ. തിരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ ചേർന്ന ജില്ലാ കമ്മിറ്റിയിൽ പിണറായി വിജയനും M.V. ഗോവിന്ദനും K.N. ബാലഗോപാലിനും വീണ ജോർജിനുമെതിരെ രൂക്ഷമായ വിമർശനം നടന്നു. പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നാണ് യോഗത്തിൽ ഉയർന്ന വിമർശനം. പ്രായപരിധിയിൽ എന്തിന് പിണറായിക്ക് മാത്രം ഇളവ് നൽകി? സംസ്ഥാന സമിതി അംഗങ്ങളെപ്പോലും മത്സരിക്കുന്നതെന്ന് ഒഴിവാക്കിയെന്നും നേതാക്കൾ വിമർശിച്ചു. സമരങ്ങളെ വെല്ലുവിളിച്ച വീണ ജോർജ് പരാജയം ഏറ്റുവാങ്ങിയതാണെന്നും യോഗത്തിൽ വിമർശനം ഉയർന്നു. പത്തനംതിട്ട ടൗണിൽ കാണാമെന്ന വീണ ജോർജിന്റെ വെല്ലുവിളിക്കാണ് തെരഞ്ഞെടുപ്പിൽ മറുപടി കിട്ടിയത്. സംഘടനാ ബോധമില്ലാത്തവരെ മന്ത്രിയാക്കരുതെന്നും നേതാക്കൾ വിമർശിച്ചു. വട്ടിയൂർക്കാവിലെ തോൽവിക്ക് കാരണം K.N. ബാലഗോപാൽ എന്ന് മുൻ MLA V.K. പ്രശാന്ത് പറഞ്ഞു. വട്ടിയൂർക്കാവ് വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ K.N. ബാലഗോപാൽ സഹായിച്ചില്ലെന്നും പ്രശാന്ത് തുറന്നടിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.